ഞാൻ കയറും ചെയ്യും, സ്ത്രീകളുടെ സീറ്റിലിരിക്കും ചെയ്യും. ഇനി പുരുഷന്മാർ വന്നിട്ട് സ്ത്രീകൾ സീറ്റിൽ ഇരിക്കണമെങ്കിൽ എന്നെ പോലെ ട്രാൻസ് വുമൻ ID കാർഡ് എടുത്തിരിക്കണം. ഈ വ്യക്തിയുടേതെന്നല്ല, ഈ വിഭാഗത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും വീഡിയോയ്ക്ക് കീഴിൽ വന്ന് തെറിയും തെമ്മാടിത്തരവും പറയുന്ന ധാരാളം ആളുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ എടുത്തിട്ട് ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം ഇവർ കോമാളിത്തം കാണിക്കുകയാണ്, വെറുതെ കാണിക്കുകയാണ് എന്നൊക്കെ ചിലർ പറയാറ്. ഇവിടെ ഇവർ ഈ സമൂഹം, ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയാണ്. നോക്കൂ, ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇവർക്കൊക്കെ പ്രത്യേക ടോയ്ലറ്റുകൾ അനിവാര്യമാണ്. ഇവർക്ക് സ്ത്രീകളുടെ ടോയ്ലറ്റിൽ പോകാൻ വയ്യ, അപ്പോൾ സ്ത്രീകളുടെ അവർക്കതൊരു സുരക്ഷാ പ്രശ്നമായിരിക്കും. പുരുഷന്മാരുടെ ടോയ്ലറ്റിൽ പോകാൻ വയ്യ, അവിടെ കുറേ ഞരമ്പന്മാർ ഇവരെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇനി ഇവിടെ ഭരണമൊക്കെ മാറി വരുന്നു. കേരളത്തിൽ എല്ലാ നഗരങ്ങളിലും ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക ടോയ്ലറ്റുകൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. ഇനി തെറിയും തെമ്മാടിത്തരവും പറയുന്നവരോട്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്ത് ഉണ്ടായ ഈ മതഗ്രന്ഥങ്ങളൊക്കെ, ചിലപ്പോൾ 1500, 2000, 3000 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള മതഗ്രന്ഥങ്ങളൊക്കെ പേറി നടക്കുന്നവർ, അത് തലയിൽ ചുമന്ന് നടക്കുന്നവർക്ക് അവർ മനസ്സിലാക്കുക, നമ്മുടെ സമൂഹം വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ്. ഇവിടുത്തെ രീതികൾ, ഭക്ഷണ രീതി, സാംസ്കാരിക രീതി, സാമൂഹിക രീതി ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പല മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗമൊക്കെ ഇനിയും ചിലപ്പോൾ വർദ്ധിച്ചു വരും. ഇതിനെയൊക്കെ നമുക്ക് പ്രാകൃതകാലത്തെ ഗോത്രീയ ഗ്രന്ഥങ്ങളെ എടുത്തിട്ട് സമീകരിക്കുക സാധ്യമല്ല. ഓർക്കുക, ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഇനിയും ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവാം. ഇപ്പോൾ ഇവരെ തെറിയും തമ്മാടിത്തരവും വിളിച്ചു പറയുന്നവർ ഓർക്കുക, നിങ്ങളുടെ മക്കളായോ നിങ്ങളുടെ മക്കളുടെ മക്കളായോ നിങ്ങളുടെ വീട്ടിൽ ട്രാൻസ്ജെൻഡർമാർ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കിത് ഒരു കോമാളിത്തമാവാം, നാളെ ഇത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമാവാം. അപ്പോൾ ഇന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന, കല്ലെറിയുന്ന, പറഞ്ഞ തെറിക്കും തമ്മാടിത്തരത്തിനുമൊക്കെ അന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ബായ്.